ഓ, നല്ല മരോട്ടിക്ക പോലെ ഇരിക്കുന്നല്ലോ ഇന്നത്തെ ദോശ. ആ? എന്ന് സ്വയം അങ്ങോട്ട് പുകഴ്ത്തി പറയാനുള്ള ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ലേ? ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. വിന്റേഴ്സ് മാൻ, സീരിയസ് വിന്റേഴ്സ് ഇൻ ബാംഗ്ലൂരു. സോ പ്ലീസ് ലിസൺ ടു ഇറ്റ് കംപ്ലീറ്റ്ലി. മാവ് പൊങ്ങി വരാത്ത ആ ഒരു കാരണം കൊണ്ട് ഫ്ലോപ്പായി പോകുന്ന അങ്ങനെയുള്ള ദിവസങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒട്ടും തന്നെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വരാതെ വളരെ സുലഭമായി ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സംഭവമാണ് ഇത്. അതെ, പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ഒരു വീഡിയോ പകുതിക്ക് വെച്ച് കേട്ടിട്ട് അർദ്ധം നിർത്തിപ്പോയി കളയരുത്. പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്നുള്ള ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടിപ്പോവും. ഈ തണുപ്പ് കാലത്ത് നമ്മൾ ചിലപ്പോൾ ദോശയ്ക്കോ ഇഡ്ലിക്കോ ആവട്ടെ, മാവ് അരച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ അരച്ചു വെക്കണം എന്നൊക്കെ ഓർക്കുമ്പോഴല്ലോ ചിലപ്പോൾ അങ്ങോട്ട് പറ്റാറില്ല, അല്ലേ? അല്ല, നമ്മൾ പറ്റിക്കാറില്ല, അതാണല്ലോ യാഥാർത്ഥ്യം. ചിലർ പിന്നെ ജോലിക്ക് പോയിട്ടൊക്കെ അങ്ങനെ ലേറ്റായി പോകുന്നതായിരിക്കും. അല്ല, എന്നെപ്പോലെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ, അതിനുള്ള ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ഇത് കറി കേടാവാതെ ഇരിക്കാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ദിസ് കുക്കർ. അപ്പോൾ കുക്കറിന്റെ അടപ്പങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ സാധാ മൂടി വെച്ചു. അതിന്റെ മേലെ ഞാൻ ലേറ്റായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ദോശമാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഇത് നല്ല തിളച്ചതായതുകൊണ്ട് ഇങ്ങനെ ഞാൻ 2 അടപ്പ് വെച്ചു. കാരണം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടുള്ളപ്പോൾ നമ്മൾ ഈ ദോശമാവ് എൻ്റെ മേലെ കയറ്റി വെക്കുമ്പോൾ അതിന്റെ അടിഭാഗം അവിടെ മുട്ടിയിരിക്കുന്നത് അവിടെ കാര്യമായിട്ട് ചൂടാണെങ്കിൽ ചിലപ്പോൾ ഒരു ലെയർ അവിടെ താഴെ പിടിക്കും. അടുത്ത ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കാൻ നേരത്തെ അങ്ങോട്ട് കയ്യിലിട്ട് ഇളക്കുമ്പോൾ, ആഹാ, ഇപ്പോഴാണ് വന്നത്, ഞാൻ ഇന്നലെ തന്നെ ദോശയായിട്ട് ഇവിടെ താഴെ സെറ്റിലായിട്ടിരിക്കണേ എന്നായിരിക്കും ചിലപ്പോ അടിഭാഗത്തെ ദോശമാവ് അങ്ങോട്ട് വിളിച്ച് പറയാം. സോ ടു അവോയ്ഡ് ദാറ്റ്, അത് ഒഴിവാക്കാനാണ് ഞാനിവിടെ ഒരു അടപ്പും കൂടെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ദോശമാവിൻ്റെ പാത്രം കയറ്റി വെച്ചത്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ആ ടെമ്പറേച്ചർ നമ്മൾ ഒന്ന് അറിഞ്ഞ് ചെയ്യുക. സോ വലിയ ചൂടില്ലാത്ത പാത്രമാണെങ്കിൽ അടച്ചിരിക്കുന്ന ആ ഒരു മൂടി മതിയാകും. ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിളച്ചിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 മൂടി വെച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, എന്നിട്ട് ഇത് വാം ആയിട്ടുള്ള ഒരു കോർണറിലേക്ക് വേണം ഈ പാത്രം നീക്കി വെക്കാൻ കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കാം. ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് നല്ലോണം അങ്ങോട്ട് തണുപ്പടിക്കുന്ന സ്ഥലത്ത് ഈ പാത്രം വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഒരു കിച്ചൺ ക്യാബിനറ്റിന്റെ അകത്തേക്കോ അല്ലെങ്കിൽ കനമുള്ള ഒരു തുണി വെച്ചിട്ട് മൂടിയിടാം. വേനൽക്കാലത്ത് പുളി ഒരുപാട് ആവാണ്ടിരിക്കാനും തണുപ്പ് കാലത്ത് മാവ് പുളിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഓൾറെഡി എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡഡ് ആണ്. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ഔട്ട് ദാറ്റ് ആൻഡ് get it right even in winters. So this is Godzi signing off from Godzi's version Malayalam. Bye.